ഡിമോസ് ഫർണിച്ചർ ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പഴയ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേരെതിര് വീര സവർക്കറുടെ ചിത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജോലി സ്തുത്യർഹമായി ചെയ്യുന്ന ഗവർണർമാർ, അവരിൽ നിന്ന് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പല സ്ഥലത്തും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗുജറാത്തിൽ നടന്ന ഒരു ചോദ്യക്കടലാസിനകത്ത് മഹാത്മാഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഒരു ചോദ്യം. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തെയും അതിന് കാർമ്മികത്വം വഹിച്ച വീര സവർക്കറെയൊക്കെ വാഴ്ത്തുന്ന നടപടിയാണ് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത്. അത് ഇന്ത്യയിലെ പട്ടാളക്കാരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചത് ശിപായിമാർ എന്നാണ്. അതുകൊണ്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായി ലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ 1915 പ്രവാസി ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് ജനുവരി മാസം 9 അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ പോയി കാണുകയും അതിനുശേഷം അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഉപദേശപ്രകാരം ഇന്ത്യ മൊത്തം സഞ്ചരിക്കുകയും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 1915 മഹാത്മാഗാന്ധി മടങ്ങി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. രണ്ടാമതായി മഹാത്മാഗാന്ധിയെ കൂടാതെ ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത് ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള സകല പുസ്തകങ്ങളും ജയിലിൽ കിടന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആയാലും, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആയാലും, എ ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ആയാലും എല്ലാം അദ്ദേഹം ജയിലിൽ നിന്നാണ് തൻ്റെ പ്രിയപ്പെട്ട മകൾ ഇന്ദിരാഗാന്ധിക്ക്, പ്രിയദർശിനിക്ക് കത്തുകൾ അയച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയെ കീർത്താനും ദേശീയ നേതൃത്വത്തെ അപമാനിക്കാനും ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലെ പോലീസിനകത്തും അതുപോലെ തന്നെ അധ്യാപക സംഘടനകളിലും കുറേ RSSകാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ ചിന്താധാര RSSൻ്റെ ചിന്താധാരയാണ്. അത് കുട്ടികളിലൂടെ വരും തലമുറയിലേക്ക് പകർത്താനുള്ള ബോധപൂർവമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കുമ്പളയിലും കാസർഗോട്ടും മഞ്ചേശ്വരത്തുമൊക്കെ ഈ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ ഈ ചോദ്യാവലിയിലൂടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഉപജില്ലയിലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരോട് ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അക്ഷന്തവ്യമായ അപരാധമാണ് ഈ അധ്യാപകർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ അധ്യാപകരെ മാതാപിതാ ഗുരുർ ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അധ്യാപകരിൽ ഇപ്പോൾ പല ആളുകളും MD-MAയുടെ പിന്നെ ബിസിനസ്സാണ് ഇപ്പോൾ നടത്തുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്ന പണിയല്ല. അപ്പോൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ച് ഒരു ദിശയിലൂടെ കൊണ്ടുപോകാൻ ബോധപൂർവമായി അധ്യാപകർ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വേണം ഇതിനെ. അത്തരക്കാർ നമ്മളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ കുറേ കാലമായി, നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലമാണ് ഈ നുഴഞ്ഞുകയറ്റം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷക്കാലം കേരളം ഭരിക്കുമ്പോൾ BJPയുമായി ഒരു രഹസ്യ ബാന്ധവം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, പോലീസിനകത്തുണ്ടായിരുന്നു, ഇടനിലക്കാരുണ്ടായിരുന്നു. മാത്രമല്ല ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞല്ലോ, BJPയും പിന്നെ കേരളത്തിലെ ഇടതുമുന്നണിയും തമ്മിലുള്ളൊരു പാലമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ് നമ്മളാരും മറന്നു പോയിട്ടില്ല. അപ്പോൾ അത്തരം ചില പാലങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിനെ സൂപ്പിക്കാനും അവരെ സ്തുതി പാഠം നടത്താനും ഒക്കെ ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ സസ്പെൻഷനിലായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ RSSൻ്റെ വലിയ നേതാക്കന്മാരെ പോയി കണ്ട് അവരെ മഹത്വവൽക്കരിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കണ്ടാണ്. മാത്രമല്ല, പഴയ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേരെതിര് വീര സവർക്കറുടെ ചിത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ വധവുമായി
പിടിക്കപ്പെട്ടത് നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തെയും അതോടൊപ്പം തന്നെ വീര സവർക്കറുമാണ്. രണ്ടുപേരെ തൂക്കിക്കൊന്നു. വീര സവർക്കറെ വെറുതെ വിട്ടു. എന്താണ് ആ വിധിന്യായത്തിൽ പറയുന്നത്? മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് വീര സവർക്കറിനുള്ള പങ്ക് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് വീര സവർക്കറെ വെറുതെ വിടുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പങ്കില്ലെന്ന് പറഞ്ഞില്ല. അദ്ദേഹമാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? അദ്ദേഹം അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ കൊലപാതകത്തിൽ വീര സവർക്കറുടെ പങ്ക് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് വീര സവർക്കറെ വെറുതെ വിട്ടു എന്നാണ് പറഞ്ഞത്. വീര സവർക്കർ ജയിലിൽ കിടന്നത് ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിലാണ്. അത് 1911 തൊട്ട് 23 വരെയാണ്. അപ്പോൾ അദ്ദേഹം 3 or 4 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞാനും എൻ്റെ അനുയായികളും തയ്യാറാണ്, ഞങ്ങൾ ഒരിക്കലും ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ആളുകളല്ല, സ്വാതന്ത്ര്യ സമരത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞ വീര സവർക്കറെ മഹത്വവൽക്കരിക്കാൻ ഈ അധ്യാപകർ തയ്യാറായത്. അപ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലർ, ഇറ്റലിയിൽ മുസോളിനി, സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനൊക്കെ ചെയ്ത പോലെ അവരുടെയൊക്കെ ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ച പോലെ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ച മോഡിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഇത്തരം അധ്യാപകർ അവരെ ഭാവി തലമുറയ്ക്ക് അപകടം തന്നെയാണ്. അവരെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് സംശയമാണ് ഈ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊക്കെ വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലണം എന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഇതൊക്കെ ഒരു സംഘവൽക്കരണത്തിൻ്റെ പ്രചാരണം ഉണ്ടാക്കിയാൽ ആരെങ്കിലും തെറ്റു പറയാൻ പറ്റും? അല്ല, നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ബങ്കിം ചന്ദ്ര ചാന്ദ്രജിയുടെ വന്ദേ ഭാരതം നമ്മൾ ആലപിച്ചല്ലോ. അപ്പോൾ മുഴുവൻ ചൊല്ലാൻ ഗവർണർ പറഞ്ഞു. ആരും ശ്രദ്ധിച്ചില്ല കാര്യം. ടു സ്റ്റാർട്ട് വിത്ത് വന്ദേ മാതരം ആൻഡ് ഫിനിഷ് വിത്ത് ജനഗണമനയാണല്ലോ നമ്മുടെ ഒരു കസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വന്ദേ ഭാരതത്തിൽ നമ്മൾ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് വന്ദേ ഭാരതം ചൊല്ലിയത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഇവിടെ വേണ്ട. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തിയത് അവർ ദേശീയ പതാക ഇതുവരെ ഉയർത്തിയിട്ടില്ലല്ലോ. RSSൻ്റെ ആസ്ഥാനത്ത് എന്നാണ് ദേശീയ പതാക ഉയർത്തിയത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47-ലാണ്. 2002-ലാണ് ആദ്യമായിട്ട് RSS കേന്ദ്രങ്ങൾ ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ ഇന്ത്യയുടെ ദേശീയ പതാകയെ അനാദരിച്ച ആളുകളാണ്. ഇവർ വന്ദേ ഭാരതം ഇപ്പോൾ അവരെ ഏറ്റുപിടിച്ചിരിക്കുന്നത് അതിനകത്ത് ജാതിമത ചിന്തകൾക്ക് വശംവദമാകുന്ന ചില വരികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ ചീഫ് സെക്രട്ടറി എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്? അതിൽ സർക്കാരിന് ഇടപെട്ടൂടെ? തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയുമല്ലോ. ഒരു ഉത്തരവുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ ചീഫ് സെക്രട്ടറി ഒരു നിർദ്ദേശം കൊടുത്തതായിട്ട് എനിക്കറിയില്ല. വന്ദേ മാതരം ഞാനൊരു സേവാദൽ ചെയർമാനായിരുന്ന ആളാണ് കേരളത്തിൽ. അതുപോലെ തന്നെ സേവാദലിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി. ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും വന്ദേ മാതരം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ആ വന്ദേ മാതരത്തിൽ നമ്മൾ ഈ വരികളൊന്നും ഇതുവരെ കേട്ടിട്ടുമില്ല, നമ്മൾ ചൊല്ലിയിട്ടുമില്ല. ഇനി മരിക്കുന്നവരെ നരേന്ദ്രമോദി നമ്മളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ വന്ദേ മാതരം ഇതുവരെ ആവർത്തിച്ച ലൈനുകളല്ലാതെ ഒരു ലൈനും ഞങ്ങൾ ചൊല്ലുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് ലോക് ഭവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി അങ്ങനെ ഇത് നൽകിയെന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്ഭവൻ ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. രാജ്ഭവനിൽ നിന്നും ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിട്ടില്ല. ഗവർണറുടെ അധികാരത്തിൽ ചില കൈകടത്തിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് നടത്തുമ്പോൾ ഗവർണർ തിരിഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ 4ാം തരം രാഷ്ട്രീയമാണ് ഇന്ന് ലോക് ഭവൻ എന്ന് പറയുന്ന ഇടത്തിൽ നിന്ന് വരുന്ന. ഗവർണർമാരുടെ ജോലി ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജോലി സ്തുത്യർഹമായി ചെയ്യുന്ന ഗവർണർമാർ, അവരിൽ നിന്ന് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവർ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറാമൂളികളായി അധപ്പതിച്ചിരിക്കുകയാണ്. അല്ലാതെ അവർക്ക് സ്വന്തമായി വ്യക്തിത്വം ഇല്ല, അവർക്ക് സ്വന്തമായി നിലപാടുകളില്ല.
അവർക്ക് നിലപാടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ മൂല്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അവരൊരിക്കലും പ്രഖ്യാപിക്കത്തില്ല. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് RSSൻ്റെയും BJPയുടെയും ഗവൺമെൻറ്റാണ്. അവരെ മഹത്വവൽക്കരിക്കാനും അവരുടെ പ്രീതി സമ്പാദിക്കാനും കൂടുതൽ കാലം ഈ ഗവർണർ പദവിയിലും ഗവർണർ പദവി കഴിഞ്ഞാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനമൊക്കെ മോഹിക്കുന്ന കുറേ സ്ഥാനമോഹികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അല്ല, അവർ അത്തരം ലോക് ഭവൻ നിർദ്ദേശം ചീഫ് സെക്രട്ടറി പാലിക്കരുതല്ല ഇതിൽ സർക്കാർ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ ലോക് ഭവൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു നടപടിയല്ല. കാരണം നമുക്കൊന്നും വന്ദേ മാതരത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ഇനി കൂട്ടിച്ചേർക്കുന്നൊരു നടപടിക്ക് ഈ ജന്മം നമുക്ക് കൂട്ടിവയ്ക്കാൻ പറ്റില്ല.